വരുവിൻ സോദരരെ ഒന്നായി ചേരാം അണിചേരാം നീതിക്കായി തീയാവാം നമ്മുടെ നാവുകൾ തളരില്ല നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ ശക്തി ക്ഷയിക്കില്ല വരുവിൻ സോദരരെ നീതിക്കായി തീയാവാം നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ ശക്തി ക്ഷയിക്കില്ല ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അനീതി കൊണ്ട് നിറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അനീതി കൊണ്ട് നിറയുമ്പോൾ നേരും അറിയും ഞങ്ങൾ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അനീതി കൊണ്ട് നിറയുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അനീതി കൊണ്ട് നിറയുമ്പോൾ ഞങ്ങൾ വരുവിൻ സോദരരെ ഒന്നായി ചേരാം നീതിക്കായി തീയാവാം നമ്മുടെ കാലുകൾ തളരില്ല നമ്മുടെ നാവുകൾ തളരില്ല നമ്മുടെ ശക്തി ക്ഷയിക്കില്ല മാറ്റിയിട്ടില്ല. സമ്പൂർണ്ണ അവകാശം അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കുന്ന മുഴുവൻ ജനതയോടുള്ള വഞ്ചനയാണ് ആ പശ്ചാത്തലത്തിലാണ് താൽക്കാലിക നടക്കാൻ അവസരമൊരുക്കിയത്. പറയുന്നത് ഇനിയും റവന്യൂ അവകാശങ്ങൾ നിന്ന് ഈ ഭൂമി മാറ്റിക്കെട്ടിയിലേക്ക്
ഈ കേസ് ഇപ്പോഴും തീർന്നിട്ടില്ല. സുപ്രീം കോടതി വരെ എത്തി നിൽക്കുന്ന ഒരു കേസാണ്. ഇതിനെപ്പോ വേണമെങ്കിലും സ്റ്റേ വരാം. കൂടാതെ ഇപ്പൊ ഈ വിധി വന്നിരിക്കുന്നത് ഡിസംബർ 17-ാം തീയതി ഫൈനൽ ഹിയറിംഗ് ഉണ്ടെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതാണ് കോടതി രേഖകൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സമരം ഇവിടെ ഇന്ന് ഞങ്ങൾ 2 ദിവസം മുമ്പ് ഇത്രയും നാളുണ്ടായിരുന്ന ഈ കാര്യങ്ങൾ അറിയുന്നത്, ഇത്രയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അറിയുന്നത് പത്രമാധ്യമങ്ങളിലൂടെയും നിങ്ങളുടെ മീഡിയ സുഹൃത്തുക്കളിൽ നിന്നാണ്. ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഈ 610 പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെയും നാനാദി മത്സ്യരുടെയും കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് അവർ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് 5 പേരടങ്ങുന്ന കോർ കമ്മിറ്റിയാണ് തീരുമാനിച്ചതെന്ന്. കൂടിയാലോചന ഉണ്ടായില്ല. ഇന്ന് രാവിലെ ഞങ്ങൾ പള്ളിയിൽ ഹാജരായി കഴിയുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട രക്ഷാധികാരിയായ അച്ഛൻ പറഞ്ഞത് ഇത് താൽക്കാലികമായിട്ട് സമരം നിർത്തുന്നതാണ്. പക്ഷെ താൽക്കാലികമാണോ ഇല്ലേ എന്നുള്ളത് ഇന്ന് രാവിലെയാണ് പറയുന്നത്. അതിന് കാരണം പറയുന്നത് ഈ തൊട്ടു മുമ്പിൽ കാണുന്ന സെമിത്തേരിയുടെ പുനരുദ്ധാരണമാണെന്ന്. അങ്ങനെയായിരുന്നുവെങ്കിൽ അത് 2 ദിവസം മുമ്പ് മാധ്യമ സുഹൃത്തുക്കളെയും ഈ കേരളക്കരയെയും അറിയിക്കാനുള്ള ബാധ്യത ഈ ഇവർക്കുണ്ടായിരുന്നില്ലേ? അപ്പോൾ ഒരു കൂടിയാലോചന ഇല്ലാതെ യാതൊരു വിധത്തിലുള്ള മറ്റു മനുഷ്യരോട് ആലോചിക്കാതെ കേരളം മുഴുവൻ, ഇന്ത്യ മുഴുവൻ സപ്പോർട്ട് ചെയ്തൊരു സമരം ഇങ്ങനെ നിർത്തുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾക്ക് ഒരൊറ്റ ആവശ്യമുള്ളൂ, ആ പുറയിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാം, റവന്യൂ അവകാശങ്ങൾ നേടിയെടുക്കുന്നവരെ സമരം എന്നാണ്. ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു, താൽക്കാലമായിട്ടാണ് അച്ഛൻ അത് നിർത്തണേന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ സമരം തുടങ്ങുന്നത് വരെ ഇവിടെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഇനി വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ ഇരിക്കുക. ഇതിനൊന്നും അച്ഛൻ സമ്മതിച്ചിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോഴും ആ സമരവേദി തന്നെയാണ് ഞങ്ങളുടെ കരുത്ത്. ഞങ്ങളിപ്പോഴും അങ്ങോട്ട് തിരിച്ചു പോകാൻ റെഡിയാണ്. എന്ന് അച്ഛൻ അവിടെ പുനരാരംഭിക്കുന്നുവോ അന്ന് ഈ സമരപ്പന്തലിൽ മാറി ഞങ്ങൾ അവിടെ ചെല്ലും. ഞങ്ങൾക്ക് മറ്റ് യാതൊരു ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നില്ല. ഇവിടെ ചില മാധ്യമ സുഹൃത്തുക്കൾ അടക്കം പ്രചരിപ്പിക്കുന്ന പോലെ BJP-യുടെ സമരമാണെന്ന്. ഞങ്ങൾക്ക് യാതൊരു അവരെ ആരെങ്കിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ? അറിവില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് മറ്റു പല നേതാക്കളും ചെയ്യുന്ന പോലെ ഞങ്ങൾ പറയാൻ തയ്യാറല്ല. അല്ല, ഇതിനും കൂടി മറുപടി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതായത് BJP അനുകൂല വിഭാഗമാണെന്ന് പറയുന്നതിനും കൂടി മറുപടി. ഞങ്ങൾ BJP-കാരല്ല. ഞാൻ അടക്കമുള്ള ഈ ഇരിക്കുന്ന ആളുകളെല്ലാവരും ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ്, കടലിന്റെ മക്കളാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ പൂർവികർ നേടിത്തന്ന അധ്വാനിച്ച് ഈ കടലിടി കൊണ്ടും ഇത്തിൽ വാരിയും ഇവര് നേരത്തെ സമര നേതാക്കൾ പറഞ്ഞില്ലേ, ആ മാതാപിതാക്കള് ഇപ്പൊ പറയുന്നത് ആ ഭൂമിയിൽ ഉറങ്ങുന്ന മനുഷ്യരെ പുനരുദ്ധരിച്ച് അവിടെ ക്ലിയർ ആക്കണമെന്നാണ്. ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവകാശങ്ങൾ ആദ്യം നേടിയെടുക്കുക. അതാണ് മരിച്ചുപോയ മനുഷ്യരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കടമ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ മാതാപിതാക്കളോട് ഉള്ള കടമ നിർവഹിക്കൽ മാത്രമാണ് ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾ മൊനമ്പം സംരക്ഷണ സമിതിക്കെതിരല്ല, മൊനമ്പത്തെ ജനങ്ങൾക്കെതിരല്ല. മൊനമ്പം ജനത വിശ്വസിക്കുന്നത് വഖഫിന്റെ ആസ്തി പട്ടികയിൽ നിന്ന് ഇതെന്ന് മാറുന്നുവോ അതാണ് ഇന്ത്യയിൽ ഒരു പൗരന് മറ്റേതൊരു ഞങ്ങളിവിടെ അഭയാർത്ഥികളെ പോലെ 4 വർഷം കഴിഞ്ഞിരുന്നു, ആരും തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇവിടെ പറയുന്ന പല സമുദായ സംഘടനകളും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇവിടെ 4 വർഷം ഉപരിപഠനം മുടങ്ങിയവര്, മരിച്ചുപോയ മനുഷ്യര്, ഇവിടെ ഇരിക്കുന്ന ഒരു ജാനറ്റ് ചേച്ചിയുണ്ട്, കുറച്ച് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ജാക്സൺ വലിയ പറമ്പിൽ നിന്നാണ്. ചികിത്സ കിട്ടാതെ മരിച്ചുപോയ ഒരു മനുഷ്യനാണ്. ഈ ഭൂമി പ്രശ്നം കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച മനുഷ്യർ. അങ്ങനെയുള്ള ഒത്തിരി മനുഷ്യരുടെ വേദനയുണ്ട്. ആ മനുഷ്യരുടെ വേദനയാണ് ഞങ്ങൾ മുമ്പോട്ട് നയിക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഭൂസംരക്ഷണ സമിതിക്കെതിരല്ല. ഞങ്ങളിപ്പോൾ അവര് അവിടെ അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് 2ാം ഭൂസമരം എന്ന്. നീതിബോധമുള്ള ഇന്ത്യൻ ജനത, മാധ്യമ സുഹൃത്തുക്കൾ ഇത്രയും നാള് ഈ സമരത്തിൽ പിന്തുണച്ചമാരെ ഇനിയും പിന്തുണക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിത്വം ഇവിടെയുണ്ട്. 230 ദിവസം 12ാം വയസ്സിൽ ഈ ഫാറൂഖ് കോളേജിനോടുള്ള സമരം മുതൽ, അല്ലെങ്കിൽ അന്നത്തെ കേസ് മുതൽ ഇതിൻ്റെ പുറകിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ലെസി ആന്റണി. അവർക്ക് പറയാനുണ്ട്, അവർ അടക്കമുള്ള, അതായത് അവരുടെ കാർന്നോന്മാർ തുടങ്ങി വെച്ച സമരം ഞങ്ങളുടെ മക്കളിലും അടുത്ത തലമുറയിലോട്ട് പോകാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ മാത്രമാണ് 2ാം ഭൂസമരം ഞങ്ങൾ തുടരുന്നത്. താങ്ക് യു. പിന്നെ 2ാം ഭൂസമരം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ മുനമ്പത്തെ 2ാം ഭൂസമരം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ സമരം സമരത്തിന്റെ ഭാഗമായി ഉണ്ടായിരുന്ന ആളാണ്. ഞങ്ങളുടെ പേര് നിൽക്കിട്ടില്ല. ഞങ്ങളുടെ പേര് വഖഫ് രജിസ്റ്ററിൽ നിന്ന് നിൽക്കാതെ ഉള്ള ഒരു കരകടക്ക് മാത്രമാണ് താൽക്കാലികമായ ഒരു കരകടക്ക് ഞങ്ങൾ അംഗീകരിക്കണില്ല. ഞങ്ങൾ ഇത്രത്തോളം കടലിടി കൊണ്ട് കടലിൽ കിടന്ന് ഒഴുകി ഒരു കര കാണാൻ ഒരു കര കാണാൻ കൊതിച്ചവരാണ്. കടലങ്ങാട് ഒഴുക്കും, അവിടെ നിങ്ങാട് ഒഴുക്കും,
അത്രയും കഷ്ടതയിലൂടെ ഞങ്ങൾ നേടിയെടുത്ത് ഞങ്ങളുടെ കാരണന്മാരും 2-3 തലമുറകൾ കഴിയണവരെ എത്ര കഷ്ടത അനുഭവിച്ചിട്ടും ഞങ്ങൾ ഇവിടെ നിന്ന് പോയില്ല. ഈ കരമടയ്ക്കാനുള്ള ഒരു അനുമതി ആയല്ലോ, എന്നിട്ടും സമരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? കരമടക്കാൻ മാത്രം കൊണ്ട് കാര്യമായില്ല. 3 കോടതികളിലും കേസ് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് വക്കപ്പ് നിയമം ഞങ്ങളിൽ നിന്ന് നീങ്ങണം. ഇത് ഞങ്ങളുടെ ഭൂമിയാണെന്നുള്ള വക്കപ്പ് ആസ്തിപ്പട്ടികയിൽ നിന്ന് ഞങ്ങളുടെ പേര് നീക്കണം. അവര് വിടണം. അത് ഹൈക്കോടതി ഞങ്ങൾക്ക് വക്കപ്പല്ലാന്ന് വിധിച്ച് ഡിവിഷൻ ബെഞ്ച് വിധിച്ചപ്പോൾ ഇവിടെ കേരള ഗവൺമെന്റ്, ഇന്ന് ഭരിക്കണ ഗവൺമെന്റ്, ഞാനും സഖാവ് തന്നെയാണ്. ഞാൻ ഈ ദേശത്തിന് വേണ്ടി കഷ്ടപ്പെട്ടവളാണ്. അപ്പൊ ഇന്ന് ഭരിക്കണ കേരള ഗവൺമെന്റിന് അത് പ്രഖ്യാപിച്ചെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന് ഈ കഷ്ടം ഉണ്ടായില്ല. അത് ഞങ്ങൾ അന്തസ്സോടുകൂടി അവർ വരുമ്പോൾ ഞങ്ങൾ അംഗീകരിച്ചേനെ. ഇതല്ല, അന്തസ്സുകളാണ് കാണിച്ചത്. 1 മാസം വരെ അത് വെച്ചുകൊണ്ടിരുന്നുള്ളൂ. ഇപ്പൊ സുപ്രീം കോടതിയിൽ അവര് കേസിന് പോയപ്പോഴാണ് ഇപ്പൊ വന്നേക്കണേ ഞങ്ങൾക്ക് വെള്ളം തരാൻ. ഈ രാജ്യവും ഞങ്ങളുടെ അവിടെ വന്ന് എൻ്റെ പടിഞ്ഞാറേശം വന്നുകൊണ്ടാണ് സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച് ഇവിടെ പിന്നെ മാർപ്പാപ്പ വന്നാലും നടക്കൂല, മുഖ്യമന്ത്രി തന്നെ വേണമെന്ന്. 2ാം ഘട്ടം ഞങ്ങൾ തുടങ്ങണത് ഞങ്ങളുടെ റവന്യൂ അവകാശം പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ഞങ്ങൾ ബക്കപ്പ് നിയമം ഈ ഭൂമി ഇവിടെ നിന്ന് നീങ്ങിപ്പോണവരെ ഞങ്ങൾ സമരം ചെയ്യും. സമരം ഞങ്ങൾ നിർത്തണില്ല. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ ജീവിക്കണം. ഞങ്ങൾ ഇവിടുത്തെ മുക്കുവരാണ്, ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളാണ്, ഞങ്ങൾ ദാരിദ്ര്യപ്പെട്ടവരാണ്. എങ്കിലും ഞങ്ങളുടെ തലമുറകൾ ഞങ്ങൾക്ക് കൈമാറിയ ഈ ഭൂമിയിൽ ഞങ്ങളുടെ മക്കളും ജീവിക്കണം. അതിനുള്ള സമരം ഞങ്ങൾ മരിച്ചു വീണാലും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥത വരണം. ഞങ്ങളുടെ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് സ്വസ്ഥത കിട്ടിയിട്ടില്ല. അപ്പം ഞങ്ങൾ എങ്ങനെ സമരം നിർത്തും? 2ാം ഘട്ട സമരത്തിൽ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഞങ്ങൾക്ക് ശാശ്വത പരിഹാരമാകണവർ. മുനമ്പം സമരം ഇടക്കാല ഉത്തരവിലൂടെ കരമടയ്ക്കാനുള്ള ഒരു അവകാശം മാത്രമാണ് ഇവർക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനു മുമ്പ് സമരം നടത്തിയിരുന്ന ദേവാലയത്തിന് മുമ്പുള്ള സമരവേദിയിൽ നിന്നും ഈ ഒരു സമരഭൂമിയിലേക്ക് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. സമരം 2ാം ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇവരുടെ സമരം ഇവിടെ അവസാനിക്കുകയല്ല, പൂർണ്ണമായും റവന്യൂ അവകാശങ്ങൾ എന്നിവർക്ക് ലഭിക്കുന്നു. അന്ന് മാത്രമേ ഇവരുടെ സമരത്തിന് ഒരു വിരാമമാവുകയുള്ളൂ. അതുവരെ ഇവർ സമരവുമായി മുന്നോട്ട് നീങ്ങുവാൻ തന്നെയാണ് തീരുമാനം. അതിൻ്റെ ഭാഗമായി പുതിയൊരു സമരവേദിയിലേക്കാണ് അവരിപ്പോൾ സമരവുമായി മുന്നോട്ടെത്തിയിരിക്കുന്നത്. ഒന്നാചേരാം അണിചേരാം നീതിക്കായി തീയാവാം.